എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ ചേട്ടനെ കൊന്ന ആ ഒരു വില്ലനെ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അവന്റെ മുൻപിൽ വെച്ച് അവന്റെ ഫ്രണ്ട്സാണ് ഹീറോ കില്ലർ വില്ലനെ അവനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവന് വേണ്ടിയാണ് അവന്റെ ഫ്രണ്ട്സ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇസുക്ക് പയ്യന് അവന് ഓൾറെഡി അടികിട്ടി അവന്റെ ബ്ലഡ് സക്ക് ചെയ്ത് വില്ലനാവട്ടെ അവനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ടോഡറോക്കിക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അവൻ വീണ്ടും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് കണ്ണാടി പയ്യൻ അവൻ കരയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് അവന്റെ ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങള് അവൻ ഓർക്കും. ഒരു സൂപ്പർ ഹീറോ അവൻ ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. മാത്രമല്ല, മറ്റുള്ളവരെ ഒരിക്കലും ദുരിതത്തിലേക്കോ വലിയ പ്രശ്നങ്ങളിലേക്കോ തള്ളിവിടാൻ പാടില്ല. അതൊക്കെ ഓർത്ത് ഇപ്പൊ കണ്ണാടി പയ്യൻ അവന്റെ ബോഡി സ്ട്രോങ് ആക്കി ഒരുപാട് പവർ കൊടുത്ത് എങ്ങനെയെങ്കിലും എഴുന്നേക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലായിട്ട് അവൻ പതിയെ എഴുന്നേക്കും. ഇവിടെ ടോഡറോക്കി പയ്യൻ വില്ലനുമായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വില്ലൻ അവസാനമായിട്ട് അവന്റെ വാള് വീണ്ടും വലിച്ചെടുത്ത് ടോഡറോക്കെ പിടിച്ചു വലിച്ച് അവന്റെ കൈ വെട്ടാൻ തുടങ്ങും. അത് കണ്ട് ഹീറോ അവൻ നോ എന്ന് വിളിച്ചു കാറും. അപ്പൊ അതേ സമയത്ത് ലിഡാ പയ്യൻ അവൻ അവന്റെ സർവ്വശക്തി എടുത്ത് എഴുന്നേറ്റ് ഫുൾ പവറില് ഓടി വന്ന് ആ വാള് അത് തട്ടി ദൂരേക്ക് തെറിപ്പിക്കും. ആ കത്തി അത് രണ്ടായിട്ട് ഒടിയും. വില്ലനാണെങ്കില് ഇപ്പൊ മൂന്നായിട്ട് മടങ്ങി തെറിച്ചടിച്ചു വീഴും. അത് കണ്ട് ഇപ്പൊ ടോഡറോക്കിക്കും ഇസുക്ക് പയ്യനും ഒരുപാട് സന്തോഷാവും. ടോഡറോക്കി ശ്വാസം വലിച്ചു വിടും. കാരണം ജസ്റ്റ് മിസ്സിനാണ് അവനിപ്പോ അവന്റെ കൈ തിരികെ കിട്ടിയത്. പക്ഷെ കണ്ണാടി പയ്യൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളാരും എന്റെ റിവെഞ്ചിന് വേണ്ടി രക്തം ചിന്തേണ്ട ആവശ്യമില്ല. ഇത് ഞാനും അവനും തമ്മിലുള്ള ബാറ്റിലാണ്. എനിക്ക് തന്നെ എന്റെ ചേട്ടനു വേണ്ടി ഇവനോട് പകരം ചോദിക്കണം. അത് കേട്ട് ഹീറോ കില്ലർ അവൻ വിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരും ഈ സൊസൈറ്റിക്ക് വെറും ഒരു ക്യാൻസർ പോലെയാണ്. ആ ക്യാൻസർ ഞാൻ നീക്കം ചെയ്യുന്നു പറയുമ്പോ ടോഡറോക്കെ ആവട്ടെ അവന്റെ ദേഷ്യവും അമർഷവും കടിച്ചമർത്താൻ കഴിയില്ല. വില്ലൻ ഡയലോഗ് അടി നിർത്തി വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനായി ഓടിയെടുക്കും. അത് കണ്ട ടോഡറോക്കെ ഇപ്പൊ കണ്ണാടി പയ്യനെ തള്ളി മാറ്റി ലെഫ്റ്റ് കയ്യിലെ ഫയർ പവർ അതുപയോഗിക്കും. അത് കണ്ട് ഹീറോ അവനിപ്പോ ദേഷ്യപ്പെട്ട് പറയും, നീ എന്താടാ ചെയ്യണേ? അവൻ താഴെയല്ല, അവൻ നിന്റെ മുകളിലാണ്. കണ്ണു തുറന്നു നോക്ക്. എന്നിട്ട് മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ ഹീറോ പറയും. അപ്പൊ വീണ്ടും ടോഡറോക്കി ആ വില്ലനെ കൂടുതൽ നന്നായിട്ട് എക്സാമിൻ ചെയ്യും. അപ്പൊ ടോഡറോക്കിക്ക് മനസ്സിലാവും അവൻ ആക്ച്വലി ഒരു സാധാരണ വില്ലനാണ്. കുറച്ച് പവർ ഉണ്ട്, പിന്നെ ഫ്രീസിങ് കപ്പാസിറ്റി ഉണ്ട്. സോ എന്നെ പോലെ 2-3 സൂപ്പർ ഹീറോസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അവനെ ലോക്ക് ചെയ്യാൻ കഴിയും. ടോഡറോക്കി അവനെ ലോക്ക് ചെയ്യാനായി വില്ലന്റെ അടുത്തേക്ക് വരും. പക്ഷെ അതിനു മുൻപേ വില്ലൻ വീണ്ടും 2 കത്തിയെടുത്ത് ടോഡറോക്കിക്ക് നേരെ ഇപ്പൊ ആഞ്ഞു വീശും. അത് കണ്ട കണ്ണാടി പയ്യൻ അവൻ ഓടി വന്ന് അതിന്റെ ഇടയിൽ കയറി നിൽക്കും. വെട്ടുകൊണ്ട് കണ്ണാടി പയ്യൻ ഇപ്പോ ചോര തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട ഹീറോയ്ക്ക് സഹിക്കില്ല. അവന്റെ ഫുൾ പവറും എടുത്ത് ഇപ്പൊ എങ്ങനെയൊക്കെയോ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. ടോഡറോക്കെ ഉടനെ കാല് രണ്ടും ഇപ്പൊ ഫ്രീസ് ചെയ്യും. എന്നിട്ട് അവൻ അടിക്കാനായിട്ട് മുകളിലേക്ക് എടുത്തു ചാടി അവന്റെ നേർക്ക് വരും. മറ്റൊരു ഭാഗത്ത് ഇസുക്ക് പയ്യനും അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഓടി വരും. അങ്ങനെ 2 സ്വത്തുമണികളും ചേർന്ന് അതിനെ ചറപറ ഇടിച്ച് ആ വില്ലന്റെ കാര്യത്തില് ഇപ്പൊ ഒരു തീരുമാനാക്കും. ഇസുക്ക് പയ്യന്റെ പവർ കണ്ട് അതിന്റെ കണ്ണ് അത് തള്ളി തള്ളി വരും. കട്ട് ചെയ്ത സിറ്റിയില് ആ പച്ച വില്ലനെ അതിനെ എൻഡവർ ആളുടെ ഫയർ പവർ വെച്ച് കത്തിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ ഒരു മോൺസ്റ്റർ എൻഡവറിന്റെ ഫുൾ ഫയറും അങ്ങനെ ഹായ് ആയിട്ട് ഇപ്പൊ അബ്സോർബ് ചെയ്യും. അതാ തീ മുഴുവൻ അബ്സോർബ് ചെയ്ത് അതിന്റെ ബോഡി തന്നെ ഇപ്പൊ എൻഹാൻസ് ചെയ്യും. ഈ ഒരു മോൺസ്റ്ററിന് ഒരുപാട് പവറുകളുണ്ട്. അതതിന്റെ നാക്ക് നീട്ടി ഇപ്പൊ എൻഡവറിനെ വിഴുങ്ങാനായി എൻഡവറിന്റെ തൊട്ടടുത്തേക്ക് വരും. അതിന് അപ്പാപ്പ മാസ്റ്റർ സ്റ്റൈലായിട്ട് കറങ്ങി വന്ന് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് മോൺസ്റ്റർ അത് കറങ്ങി അടിച്ചു വീഴും. പിന്നെ അതിന് അനക്കമുണ്ടാവില്ല. ആക്ച്വലി എൻഡവർ അവിടേക്ക് എത്തിയത് ഇസുക്ക് പയ്യൻ അവൻ ടോഡറോക്കിക്ക് അയച്ച ലൊക്കേഷനും മെസ്സേജും കണ്ടിട്ടാണ്. ടോഡറോക്കി പയ്യൻ ആ മെസ്സേജ് കണ്ടുടനെ ഓടാൻ തുടങ്ങും. അത് കണ്ട് എൻഡവർ ചോദിക്കും, എന്തു പറ്റി? എങ്ങോട്ടാ നീ ഓടണേ? അതിനവൻ വിളിച്ചു പറയും, എന്റെ ഫ്രണ്ട്സ് അവരിപ്പോ വലിയ അപകടത്തിലാണ്, അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അങ്ങനെയാണ് ഇവര് 2 പേരും അവിടേക്ക് എത്തിയത്. കട്ട് ചെയ്ത ഇസുക്ക് പയ്യന് അവന്റെ കലി അടങ്ങില്ല. അവൻ വീണ്ടും വീണ്ടും ആ ഒരു വില്ലനെ ഇപ്പൊ തല്ലി തല്ലി കൊല്ലാണ്. അവസാനമായി ടോഡറോക്കി പയ്യന്റെ ഫയർ വെച്ചുള്ള ഒരൊറ്റ അടി. അതോടുകൂടി വില്ലന്റെ ചീട്ട് കയറി കാറ്റുപോയി അങ്ങനെ വീണ് കിടക്കും. ടോഡറോക്കി പയ്യൻ അവൻ ആ വില്ലനെ ചെക്ക് ചെയ്യും. അവൻ ഇപ്പോഴും ജീവനുണ്ട്, പക്ഷെ മരിച്ചിട്ടില്ല.
അവര് 3 പേരും ചേർന്ന് ആ വില്ലനെ കെട്ടിയിട്ട് ഇപ്പൊ അവിടുന്ന് കൊണ്ടുപോവാണ്. അപ്പൊ അതേ സമയത്ത് ടൗണില് മറ്റൊരു വില്ലൻ ഒരുപാട് ഹീറോസിനെ അടിച്ചു തെറിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ വലിച്ചെറിയും. ആ ഒരു മോൺസ്റ്റർ ഒരു പച്ച ഹീറോയെ ഇടിക്കാനായിട്ട് തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും എൻഡവർ ആളുടെ ഫയർ പവർ കൊണ്ട് അതിനെ കത്തിക്കാൻ തുടങ്ങും. പക്ഷെ ആ വില്ലന് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അവൻ വീണ്ടും അവന്റെ തകർന്നു പോയ ഭാഗങ്ങള് ഇപ്പൊ റീജനറേറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അത് കണ്ട് എൻഡവർ ചിരിക്കും. എൻഡവർ കൈ നീട്ടി ഇപ്പൊ അവന്റെ തല തന്നെ കൈകൊണ്ട് ഞെരിച്ചു പൊട്ടിക്കുകയാണ്. അങ്ങനെ ആ ഒരു വില്ലന്റെ കാര്യത്തിലും ഇപ്പൊ തീരുമാനാവും. ഇനി ഒരേ ഒരു വില്ലൻ, അതൊരു മോൺസ്റ്റർ ഡ്രാഗൻ ആണ്. അതൊരു ഹീറോയിൻ തൂക്കിയെടുത്ത് ഹൈ സ്പീഡില് ഇപ്പൊ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൻഡവർ ആള് ചില്ലറക്കാരനല്ല. ആളുടെ ഫുൾ പവർ എടുത്ത് ഡ്രാഗൺ മോൺസ്റ്ററിന്റെ പിന്നാലെ തന്നെ സ്പീഡിൽ പറന്നുപോയി ഡ്രാഗന്റെ വാലെ തന്നെ പിടിച്ച് അതിന്റെ കണ്ണ് രണ്ട് കുത്തി അങ്ങോട്ട് പൊട്ടിക്കും. അപ്പൊ അതേസമയം ടോഡ്രോക്കയും കണ്ണാടി പയ്യനും അവര് പരുക്കു പറ്റിയ ഓരോ ആൾക്കാരെയായിട്ട് ഇപ്പൊ റെസ്ക്യൂ ചെയ്യാണ്. നമ്മുടെ ഹീറോ അവന്റെ കാലിനും ചെറിയ പരുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു ഹീറോ നമ്മുടെ ഇസുക്ക് പയ്യനെ തൂക്കിയെടുത്ത് മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും നമ്മുടെ അപ്പാപ്പൻ മാസ്റ്റർ ആള് ഹീറോയെ കാണുക. മാസ്റ്റർ ഓടി വന്ന് അവന്റെ മുഖത്തിന് തന്നെ ഒരൊറ്റ ഇടി. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ ട്രെയിനിൽ തന്നെ ഇരിക്കണമെന്ന്, എന്നിട്ട് ഒരനുസരണയില്ലാതെ നീ ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്തു. അതിന് ഹീറോ അവനൊന്നും മിണ്ടാതെ ഇപ്പൊ തല കുനിച്ചു നിൽക്കും. അപ്പാപ്പ മാസ്റ്ററിന് ഇപ്പൊ ഹീറോയെ കാണുമ്പോ ചിരിക്കുട്ടനെ ഓർമ്മ വരും. കാരണം ചിരിക്കുട്ടനും ഇവനെ പോലെ തന്നെയായിരുന്നു. അപ്പൊ അവിടേക്ക് പോലീസ് വരും. ഹീറോ കില്ലറെയും ബാക്കിയുണ്ടായിരുന്ന എല്ലാ വില്ലന്മാരെയും അറസ്റ്റ് ചെയ്ത് ഇപ്പൊ അവിടുന്ന് കൊണ്ടുപോകും. കണ്ണാടി പയ്യനാണെങ്കില് ഇപ്പൊ ഒരുപാട് കുറ്റബോധം തോന്നി നമ്മുടെ ആൾക്കാരോട് ഇപ്പൊ ക്ഷമ ചോദിക്കും. സോറി, ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ക്യാഷ്വലായിട്ട് ഹാപ്പി ആയിട്ട് അവര് കൈ കോർത്ത് പിടിച്ച് മുൻപോട്ട് നടക്കുമ്പോ ആ ഒരു ഡ്രാഗൺ മോൺസ്റ്റർ അത് പറന്നു വന്ന് ഇസുക്കി പയ്യനെ റാഞ്ചി എടുത്ത് മുൻപോട്ട് പറന്നു പോവും. അത് കണ്ട ഹീറോ കില്ലർ മോൺസ്റ്റർ ഡ്രാഗന്റെ കണ്ണിൽ നിന്ന് വീണ ആ ഒരു ബ്ലഡ് അത് സക്ക് ചെയ്ത് ഇപ്പൊ ഡ്രാഗന് ഫ്രീസ് ചെയ്യും. ഉടനെ അതിന് പറക്കാൻ കഴിയാതെ അത് താഴേക്ക് വീഴാണ്. ഇസുക്ക് പയ്യനെ നമ്മുടെ ആൾക്കാർ ക്യാച്ച് ചെയ്യും. ഡ്രാഗൻ താഴേക്ക് വരുന്ന കണ്ട ഹീറോ കില്ലർ അവനൊരു കത്തിയെടുത്ത് ഇപ്പൊ അതിനെ അറഞ്ചം പുറഞ്ചം വെട്ടിക്കൊല്ലും. അതുകൊണ്ട് എല്ലാരും ഷോക്കായിട്ട് ഇവനെന്തിന് ഇവന്റെ ടീമിലുള്ളവരെ തന്നെ കൊല്ലുന്നു എന്ന് ചിന്തിക്കും. ആക്ച്വലി അതിന് കാരണം ഈ ഡ്രാഗന്റെ സൗണ്ട് അത് ഹീറോ കില്ലറെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പല സമയത്തും അവന്റെ കോൺസെൻട്രേഷൻ അത് നഷ്ടായത്. ആ കലിപ്പിലാണ് ഹീറോ കില്ലർ അതിനെ കൊന്നു കളഞ്ഞത്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോ വില്ലന്മാരുടെ ലീഡർ അവൻ ടെൻഷനായിട്ട് ഇവനെന്താ അരക്കിറുക്കുണ്ടോ, ആ ചെക്കന്മാരെ തല്ലിക്കൊല്ലാനുള്ളതിന് അവൻ നമ്മുടെ ആൾക്കാരെ തന്നെ ഇപ്പൊ കൊന്നുകളയാണ്. ഹീറോ കില്ലർ സ്ലോ മോഷനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അപ്പൊ പതിയെ അവന്റെ മുഖത്ത് കെട്ടിയിരുന്ന ആ ഒരു ടവല് അത് താഴേക്ക് വീഴും. അവന്റെ റിയൽ ഫേസ് കണ്ട് നമ്മുടെ ആൾക്കാരുടെ കണ്ണു തള്ളും. അപ്പൊ അവൻ പറയും, നിങ്ങളൊന്നും റിയൽ ഹീറോസ് അല്ല. നിങ്ങൾ എല്ലാവരും കാശിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആകെ ഒരേ ഒരു സൂപ്പർ ഹീറോ മാത്രമേ ഇന്ന് ഈ ലോകത്തുള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ചിരിക്കുട്ടൻ. നിങ്ങൾക്കാർക്കും എന്നെ കൊല്ലാൻ യാതൊരു അവകാശവും ഇല്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ നാണിച്ച് തല താഴ്ത്തും. അപ്പോഴായിരിക്കും ഇസുക്ക പയ്യന് മനസ്സിലാവുക അവന് ചിരിക്കുട്ടന്റെ പവർ ആയതുകൊണ്ടാണ് ഒരുപാട് അവസരം കിട്ടിയിട്ടും അവനെ കൊല്ലാനായിട്ട് ഹീറോ കില്ലർ അവൻ ശ്രമിക്കാതിരുന്നത്. ഹീറോ കില്ലറുടെ ബോഡി അത് പതിയെ ഫ്രീസായി അവനിപ്പോ കോമയിലേക്ക് പോവും. അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും അവനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.